അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് ബാസിത്ത് എന്നത്. വിശാലമാക്കുന്നവൻ എന്ന് നമുക്ക് ഈ ഇസ്മിനർത്ഥം പറയാം. പരിശുദ്ധമായ ഖുർആനിൽ ഈ ഇസ്മ് വന്നിട്ടില്ല. ഇതിൻ്റെ അബ്ജദീയത്തായ കണക്ക് 72 ആണ്. ബാസിത്ത് എന്ന ഇസ്മിനെ വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്ന അർത്ഥതലങ്ങൾ: അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് ഉദ്ദേശിച്ച രൂപത്തിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് വിശാലത ചെയ്തു കൊടുക്കും. അടിമകൾക്കാവശ്യമുള്ള ഭക്ഷണം അതാവശ്യമുള്ള നേരത്ത് ആവശ്യമുള്ള രൂപത്തിൽ നൽകും. മറ്റേതെങ്കിലും കാരുണ്യങ്ങളും അനുഗ്രഹങ്ങളും അടിമകൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ അതിനെ അവർക്ക് വിശാലമാക്കി കൊടുക്കും. ജീവിതകാലത്ത് റൂഹുകളെ ശരീരങ്ങളിൽ വിശാലമാക്കി കൊടുക്കും എന്നൊക്കെയാണ് ഈ ഇസ്മിനെക്കുറിച്ച്, അതിൻ്റെ അർത്ഥ തലങ്ങളെക്കുറിച്ച് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഇസ്മുമായിട്ട് നാം കൂടുതലായി ബന്ധം പുലർത്തുന്ന സമയത്ത് നമ്മളിൽ പല മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ മറ്റുള്ള സൃഷ്ടികളെ തൊട്ട് വല്ലതിനെയും പിടിച്ചു വെക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു സൃഷ്ടികൾക്ക് വിശാലത ചെയ്തു കൊടുക്കുമ്പോഴും ഒക്കെ ഇത് അള്ളാഹുവിനെ കൊണ്ടാണ് ഈ പിടിച്ചു വെക്കലും വിശാലതപ്പെടുത്തലും. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാണ്, അള്ളാഹുവിൻ്റെ വജ്ഹിലാണ് എന്ന രൂപത്തിലുള്ള മഹത്തായ ചിന്താഗതികൾ അവനിൽ ഉണ്ടാകും എന്നാണ്. ആ ഒരു മഹത്തായ ചിന്താഗതി അവനിൽ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് അർഹതപ്പെട്ടതിനെ ഒരിക്കലും അവൻ പിടിച്ചു വെക്കുകയില്ല. ജനങ്ങൾക്ക് എന്നല്ല, മറ്റു സൃഷ്ടികൾക്ക് അർഹതപ്പെട്ടതിനെ ഒന്നിനെയും അവൻ പിടിച്ചു വെക്കുകയില്ല. മറിച്ച് അവർക്ക് അർഹതപ്പെട്ടത് മുഴുവനും അവർക്ക് കൊടുക്കും എന്ന് മാത്രമല്ല, അവർക്ക് കൊടുക്കൽ നിർബന്ധ ബാധ്യതയില്ലാത്ത കാര്യങ്ങൾ വരെ അവർക്ക് നൽകിക്കൊണ്ട് അവരുടെ മേലിൽ വിശാലത ചെയ്യുന്ന ഒരു സ്വഭാവം തീർച്ചയായും ഈ ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുന്നവരിൽ കാണാവുന്നതാണ്. ഈ മഹത്തായ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു പൊരുത്തപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ നമ്മൾ വിശാലത ചെയ്യുന്നവരായി മാറണം. നമുക്ക് അല്ലാഹു തആല നൽകിയ സമ്പത്ത്, ആ സമ്പത്ത് നാം അള്ളാഹുവിന് പൊരുത്തമുള്ള വിഷയങ്ങളിൽ വിശാലമായ നിലക്ക് ചെലവഴിക്കാൻ തയ്യാറായവരാകണം. നമുക്കൊക്കെ പൊതുവെയുള്ള ഒരവസ്ഥ, നമ്മൾ ഏതെങ്കിലും ഖൈറായ വിഷയങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കാൻ നിൽക്കുമ്പോൾ വളരെ മൂല്യം കുറഞ്ഞത് കൊടുക്കുന്ന സ്വഭാവമാണ് നമ്മളിൽ ഉണ്ടാകാറുള്ളത്. അത് യഥാർത്ഥത്തിൽ ബാസിത്ത് എന്ന ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കാത്തതിൻ്റെ, ആ ഇസ്മുമായി ബന്ധം കുറഞ്ഞു പോയതിൻ്റെ അടയാളമാണ്. നമ്മുടെ വീടുകളിൽ നാം ആഹാരമുണ്ടാക്കുമ്പോൾ നമ്മുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ആളുകളിലേക്ക് ആ ഭക്ഷണത്തിലെ അല്പം നൽകാൻ പലപ്പോഴും നമ്മളുടെ മനസ്സ് സമ്മതിക്കാറില്ല.
അതിന് കാരണവും ഈ മഹത്തായ ഇസ്മുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോയത് കൊണ്ട് തന്നെയാണ്. മറിച്ച് അവരെയൊക്കെ പരിഗണിച്ച് അയൽവാസികളുടെ കാര്യം ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്ത് നമ്മുടെ വീടുകളിൽ നാം ഉണ്ടാക്കുന്ന ആഹാരം അവർക്കു കൂടി നാം വിശാലതപ്പെടുത്തി കൊടുക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു നമുക്ക് വിശാലമാക്കി തരും എന്ന ആ ഒരു ഉത്തമമായ ബോധ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ രോഗികളായ പല മനുഷ്യരെയും നമ്മൾ കാണാറുണ്ട്. ഇന്ന് പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു മേഖലയാണത്. എത്രയോ രോഗികൾ ഭക്ഷണം കഴിക്കാൻ അവർക്ക് എല്ലാ നിലക്കുള്ള സഹായങ്ങളും പലരിൽ നിന്നും ലഭിക്കുന്നു. പക്ഷേ മരുന്ന് വാങ്ങാൻ പ്രയാസം അനുഭവിക്കുന്നവർ, അപ്പം അവരുടെയൊക്കെ ശരീരങ്ങളിൽ അവരുടെ ആത്മാവുകൾ നിത്യമാകാൻ അവർക്ക് ചികിത്സ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിലും നമ്മൾ വിശാലത ചെയ്യണം. അവർക്ക് സൗകര്യമായ ചികിത്സകളൊക്കെ നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. അതേപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതിൽ നമ്മൾ ബഖീലുമാരാകരുത്, പിശുക്കന്മാരാകരുത്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ നമുക്ക് പിശുക്കുണ്ടാകരുത്, വിശാലത ഉണ്ടാകണം. അതേപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് ഓർമ്മിപ്പിച്ചു കൊടുത്ത് അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു വിശാലത ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു എത്ര അനുഗ്രഹങ്ങളാണ് നമുക്കൊക്കെ ചെയ്തത്. ആ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നില്ലേ? ആ അനുഗ്രഹങ്ങൾ നമുക്ക് ധാരാളമായി ഇനിയും കിട്ടാനുള്ളൊരു മാർഗം, കിട്ടിയ അനുഗ്രഹങ്ങൾ കിട്ടാത്തവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ തീർച്ചയായും അള്ളാഹ് ഇനിയും അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തരുമെന്നൊക്കെ പറഞ്ഞ് മറ്റു സൃഷ്ടികളുടെ ഹൃദയങ്ങൾക്കൊരു വിശാലത നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കൾ പറയുന്നത് വിജയം, അതുപോലെ തന്നെ മേന്മ, കച്ചവടത്തിലും ജോലിയിലും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം, ഇതൊക്കെ ഉണ്ടാകാൻ ഈ ഇസ്മ് ധാരാളം ചൊല്ലിയാൽ മതി എന്നാണ്. അതിൻ്റെ അബ്ജദീയ കണക്ക് പ്രകാരമെങ്കിലും നമ്മൾ ഈ ഇസ്മ് ചൊല്ലി പതിവാക്കുമ്പോൾ തീർച്ചയായും നമ്മളുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ ജോലികളിൽ, പ്രവർത്തനങ്ങളിലൊക്കെ വലിയ മുന്നേറ്റവും പല നിലക്കുള്ള വിജയങ്ങളും പല മേന്മകളുമൊക്കെ നമുക്കുണ്ടാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ.